നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഹോം ഡെക്കോർ ഐഡിയ ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ കീപ് വാച്ചിങ്. ഹലോ, ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹോം ഡെക്കോർ ഐഡിയ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ലീഫിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ഇതിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൽ നമുക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതാ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഇതുപോലൊരു സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ കബാബ് സ്റ്റിക്കില്ലേ അത് വെച്ചിട്ടാണ് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻസ് ആ ഒരു ലീഫിനെ നമ്മൾ നേരത്തെ വരച്ച അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയും ഉണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് ഇതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഫുൾ ഡിസൈൻസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഗ്ലൂ ഗണ്ണും അതിൻ്റെ ഗ്ലൂ സ്റ്റിക്കും ഒക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇതാ നമ്മൾ ഈ ഫുൾ ഡിസൈൻ ചെയ്തെടുത്ത ശേഷം ഞാനിതാ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഇത് ഫുൾ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ സ്പ്രേ പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി ഞാനിതാ ഇതിൽ കുറച്ച് ഇതുപോലെ പഴയ ബോട്ടിലിനൊക്കെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിലും ജസ്റ്റ് ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കാണ്. ഇതാ ഫുൾ ഗോൾഡൻ ഒക്കെ ചെയ്ത ശേഷം ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഒലഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് കുറച്ച് ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസൈൻ്റെ ഇതിനനുസരിച്ചിരിക്കും. ഇനി നമുക്കിതാ നേരത്തെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ക്യാപ്പിൽ ഈ ഒരു ഡിസൈന് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ള് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമുക്കൊന്നും കൂടെ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കിടിലനായിട്ട് നമ്മുടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹോം ഡെക്കോർ ഐഡിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.